ഹായ്, വെൽക്കം ടു പത്മിനിസ് കിച്ചൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ പൗഡറാണ്. സാമ്പാർ പൗഡർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ പിന്നെ വേറൊരു മസാലയും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ റെഡിമെയ്ഡായിട്ടൊക്കെ വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയിലൊക്കെ വളരെ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണത്. അപ്പോൾ നമുക്കിനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പീസ് പരിപ്പ് അല്ലെങ്കിൽ മട്ടർ ദാൽ 20 ഗ്രാം, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും. കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചന ദാൽ 20 ഗ്രാം തന്നെ. ഉഴുന്ന് പരിപ്പ് 20 ഗ്രാം തന്നെ. ഉലുവ 15 ഗ്രാം. വറ്റൽമുളക് 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് ഇത്തിരി എരിവുള്ളതാണ്. ഇപ്പൊ എരിവ് കുറവ് മതി എന്നുള്ളൊരു 50 ഗ്രാമിന് പകുതി കാശ്മീരി മുളകും പകുതി നോർമൽ മുളകും എടുക്കുക. വേപ്പില 3-4 തണ്ട്. ജീരകം 1/2 ടീസ്പൂൺ. കുരുമുളക് 1/2 ടീസ്പൂൺ. മല്ലി 100 ഗ്രാം. കായം 20 ഗ്രാം. വെളിച്ചെണ്ണ നമുക്ക് കായം പൊരിക്കാൻ ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. കാരണം ഓരോന്നിന്റെയും വറവിന് വ്യത്യാസം ഉണ്ടാവും. ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. അതല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മൂത്ത് പോകും. ഇതുപോലെ ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ ഒരെണ്ണെടുത്ത് കയ്യിലിട്ടൊന്ന് തിരുമ്മി വെക്കുക. അപ്പോൾ മുഴുവനും പൊടിഞ്ഞു പോരുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടിട്ട് അപ്പോൾ ഉടനെ തന്നെ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റുക. അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ എല്ലാ മസാലകളും വറുക്കുന്നത് ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാൻ. നമുക്ക് അത് ഒരുമിച്ച് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയും. ഇത്തിരി സമയം എടുത്തിട്ട് വറുക്കാനേ പാടുള്ളൂ. ഇത് നിങ്ങൾ എരിവ് കുറച്ച് കഴിക്കണവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി കാശ്മീരി മുളകും പകുതി നോർമൽ മുളകും എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി ഈ സ്റ്റേജ് ആകുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് ഒടിച്ചു നോക്കുക. അപ്പൊ അത് ക്രിസ്പി ആയിട്ട് ഒടിയുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമാണ്. ഇപ്പൊ തന്നെ മുളക് ഇതിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് പരിപ്പുകളെല്ലാം വറുത്തെടുക്കാം. അതിപ്പോ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇട്ടാൽ മതി. അതിന്റെ എല്ലാത്തിന്റെയും വറവ് ഏകദേശം ഒരുപോലെയാണ്. ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ വേണം ഈ പരിപ്പുകൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു പകുതി വറവാകുമ്പോൾ തീ ലോയിൽ ഇട്ട് കൊടുക്കണം. ഏകദേശം ഇതുപോലത്തെ കളറായി വരുമ്പോഴേക്കും അത് ചട്ടിയിൽ നിന്ന് മാറ്റണം. അതും അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ചട്ടി നന്നായി ചൂടായിരിക്കുമ്പോൾ തന്നെ വേണം ഉലുവയും ഇട്ട് കൊടുക്കാം. പൊട്ടി തുടങ്ങി പകുതി ആകുമ്പോഴേക്കും ഫ്ലെയിം ലോവിലാക്കണം. ഈ കളറാകുമ്പോഴേക്കും അതും ചട്ടിയിൽ നിന്ന് ഉടനെ മാറ്റണം. ഇനി നന്നായിട്ട് ചൂടായിരിക്കുന്ന ചട്ടിയിലേക്ക് തന്നെ ജീരകവും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടും. ഉടനെ തന്നെ ചിഞ്ചട്ടിയിൽ നിന്ന് മാറ്റം വേണം. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വേപ്പിലിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കളറായി വരുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് ഒന്ന് തിരുമ്മി നോക്കുക. അപ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായി. ഇനി നമുക്ക് കായം പൊരിച്ചെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതുപോലെ പൊരിഞ്ഞു വരും. അപ്പൊ ഇതിങ്ങനെ പൊരിഞ്ഞ് അതിന്റെ ഉള്ളിലും മൊരിയണം. എന്നാലാണ് നമ്മൾ പൊടിച്ചാൽ പൊടിയുള്ളത്. കായ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നാലാണ് ശരിക്കും അതിന്റെ അകവും പൊരിഞ്ഞു കിട്ടുള്ളൂ. ഇതുപോലെ ചട്ടകം കൊണ്ട് ഇങ്ങനെ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ മുറിയുന്നുണ്ടെങ്കിൽ അത് പൊരിഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. നിങ്ങൾ കായം പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന വെളിച്ചെണ്ണ എടുക്കരുത്. ആ കായം മാത്രം കോരിയെടുക്കാവൂ കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ കണ്ടോ, ഒന്നും കരിയാതെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറും തോറും ഇനിയും ക്രിസ്പി ആയിട്ട് വരും. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിന്റെ വറവ് ഇതുപോലെ കറക്റ്റ് ആണെങ്കിൽ അതുപോലെ ശരിക്കും പൊടിഞ്ഞു കിട്ടും. നോക്കിയാൽ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും.
ഇപ്പൊ നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മളൊരു ചില്ല് കുപ്പിയിലിട്ട് നന്നായിട്ട് അടച്ചു വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതിരുന്നോളൂ. ഈ പൊടി നമ്മളുടെ വീട്ടിലിങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എളുപ്പം സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം 1 കിലോ വെജിറ്റബിൾ അരിഞ്ഞതുണ്ടെങ്കിൽ ഇത് ഏകദേശം 3 ടേബിൾ സ്പൂണിന് വേണ്ടി വരും. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി നല്ലൊരു നാടൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.